മൈ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇവിടെ നിങ്ങൾക്ക് 2 കാൻഡിൽസ് കാണാൻ സാധിക്കും അല്ലെ. ഓരോ കാൻഡിലും ഒരു മാജിക് കാൻഡിൽ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഏത് കാൻഡിലാണോ ചൂസ് ചെയ്യുന്നത് അതിൽ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു സർപ്രൈസ് ആയിട്ടോ, ഒരു സർപ്രൈസ് ഫ്രം ദി ഡിവൈൻ, ഓക്കെ, ഓർ നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് ആണ്. വെരി സൂൺ എന്ന് പറഞ്ഞാൽ എത്ര സമയത്തിൽ നമുക്ക് കണക്കാക്കാം? വരുന്ന ഒരു 2 weeks ടൈമിനുള്ളിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, വരുന്ന 14 daysനുള്ളിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ചില സർപ്രൈസിംഗ് ആയിട്ടുള്ള മൊമെന്റ് ആയിരിക്കാം. എക്സാക്ട്ലി അതിനെ പറ്റിയിട്ട് തന്നെ പറയാന്നുള്ളതല്ല, അതിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ പറയുന്നുണ്ടായിരിക്കുക, ഓർ അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഹിന്റ് ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാം. സോ ഒരു കാൻഡിൽ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാം. സോ ഏത് കളറാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്, ഏത് കാൻഡിലാണോ നിങ്ങൾ intuitively pick ചെയ്യാം. So you will get the right message. Okay, so select your candle and let's see എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡിവൈനിൽ നിന്നുള്ള കൺഫർമേഷൻ, സർപ്രൈസ്, ബ്ലെസ്സിങ്സ്. ടിപ്പ് നമ്പർ 1. സോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ള ഒരു സർപ്രൈസ് ഓർ ബ്ലെസ്സിങ്സ് വരുന്ന 2 ആഴ്ച സമയത്തിനുള്ളിൽ, വരുന്ന 14 daysനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ബ്ലെസ്സിങ്സ്. ഓക്കെ, സോ നിങ്ങൾക്ക് വിങ്സ് ഉണ്ടാവാണ്, വിച്ച് മീൻസ് നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടാവാണ്. ഓക്കെ, യാത്ര ചെയ്യാൻ, സഞ്ചരിക്കാനുള്ള ഫ്രീഡം ഉണ്ടാവാണ്. സോ യാത്ര റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, സോ എസ്പെഷ്യലി നിങ്ങൾക്ക് ഫിസിക്കലി ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്ലേസിലോ അല്ലെങ്കിൽ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സർപ്രൈസിംഗ്ലി നിങ്ങൾക്ക് ചില പ്ലേസിലൊക്കെ ചെന്നെത്താനും അവിടുത്തെ കാര്യങ്ങൾ കാണാനും അവിടുത്തെ ചില മിറാക്കുലസ് ആയിട്ടുള്ള ചില മൊമെന്റ്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ആൻഡ് നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ഓക്കെ, എന്തെങ്കിലുമൊക്കെ സ്കിൻ ഡിസീസ് ഒക്കെ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കിൻ ഒരുപാട് ബ്രൈറ്റൻ ആവും, സ്കിൻ ഒരുപാട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അത് മെയിൻലി എനർജറ്റിക്കലി ചില മാറ്റങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഓറ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ശരീരത്തിലും റിഫ്ലക്ട് ചെയ്യുന്നത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഇത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ എവിടേക്ക് നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ആവശ്യമായിരുന്നോ, അത് ഈവൻ നിങ്ങളുടെ മെന്റാലിറ്റി ആയിരിക്കാം, നിങ്ങളുടെ ചിന്തകൾക്കായിരിക്കാം ആ ഒരു സ്വാതന്ത്ര്യം വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്ലേസിലേക്കൊക്കെ ഒന്ന് പോവാനുള്ള ഒരു ഫ്രീഡം ആയിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾ ഒരു ലോക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വെക്കുന്നുണ്ടായിരിക്കാം അല്ലെ. സോ പല കാര്യങ്ങളും ശ്രദ്ധിച്ച് അല്ലെങ്കിൽ പല പെർമിഷൻസും വേണ്ടി വരുന്നുണ്ടായിരിക്കണം നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര ചെയ്യാൻ. പക്ഷേ വരുന്ന ഒരു 14 daysനുള്ളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ആരുടെ അടുത്തൊരു പെർമിഷൻ ചോദിക്കാണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു രീതിയിലും ഒരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പ്ലേസിലൊക്കെ നിങ്ങൾക്ക് പോവാൻ സാധിക്കുന്നുണ്ട്. സോ അത് അൺലോക്ക് ചെയ്യുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തില്, നിങ്ങളുടെ ചിന്താഗതിയില്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇൻസൈറ്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഫീലിങ്സ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കേൾക്കുന്നുണ്ട്, മെയിൻ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ആൻഡ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത ചില വിഷമങ്ങൾ ഉണ്ടാവും അല്ലെ. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, നിങ്ങൾ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്യുന്ന ചില കണക്ഷൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പിലേക്ക് വന്നുപെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കണം. ആരുടെ അടുത്ത് പറയാൻ പറ്റുന്നുണ്ടാവില്ല, പറഞ്ഞാലും മനസ്സിലാവുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷൻസിന്റെ ഒരു ഇന്റൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറഞ്ഞ് നിങ്ങളുടെ ചിന്തകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, ചില വ്യക്തികളുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്കത് റിലീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്ത് ഇമോഷൻസ് ആണോ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് അത് നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ വല്ലാത്തൊരു മനസ്സമാധാനം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും, അല്ലെങ്കിൽ വലിയൊരു ബേർഡൻസ് മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞൊരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. ആൻഡ് ഇതില് എല്ലാത്തിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ബ്ലെസ്സിങ് അതാണ്. ഓക്കെ, സോ മനസ്സിന് ആ ഒരു സമാധാനം ഉണ്ടാവുക, സന്തോഷമായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഉള്ളിൽ ഫേസ് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ ഇങ്ങനെ പുകയ്ക്കുന്നത് ഉള്ളിലിട്ട്, എന്താണോ നിങ്ങളുടെ ഒരു മനപ്രയാസം, അത് മനസ്സിലാക്കാനും അതിന്നൊരു ട്രാൻസ്ഫർമേഷനും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ചിന്താഗതിയിൽ അങ്ങനത്തെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു മാറ്റങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് സംഭവിക്കുക? സോ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന, നിങ്ങൾ
റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക്, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇട്ട് തരും. ഓക്കെ, സോ ചില കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യും, ചില കാര്യങ്ങൾ പോപ്പപ്പ് ചെയ്യും. നിങ്ങൾ വർക്ക് ചെയ്യുക, നിങ്ങൾ ഇഗ്നോർ ചെയ്യുക, പേടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺസ് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാണ്ട് മാറ്റി വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, പ്രശ്നങ്ങൾ പുറത്തേക്ക് വരും. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ പുറത്തേക്ക് വരും, അല്ലെങ്കിൽ പരസ്പരം ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ അത് പുറത്തേക്ക് എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. ആൻഡ് അത് പ്രോബബ്ലി ചില പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണ്, നിങ്ങളുടെ ആ ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി ഈ ഒരു ടൈമിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കുക. റിലേഷൻഷിപ്പിൽ ചില ചലഞ്ച് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം ഈ ഒരു ടൈമിൽ, അല്ലെ? ഇതാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എല്ലാവരുടെ അടുത്തും നിങ്ങൾക്ക് പറയാൻ പറ്റാതെ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അങ്ങനത്തെ ചില പ്ലേസിന്ന്, ചില റിലേഷൻഷിപ്പ്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ചില റിലേഷൻഷിപ്പിലുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്, അല്ലെ? സോ അതിൽ നിങ്ങൾ ഹാപ്പി ആണോ? നിങ്ങൾ എന്ത് കണക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതല്ല, എന്ത് റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതല്ല. ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ ഐഡന്റിറ്റി ആ റിലേഷൻഷിപ്പിൽ, ആ വ്യക്തിയുടെ ലൈഫിൽ എന്താണ് നിങ്ങളുടെ സ്ഥാനം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലാണ് നിൽക്കുന്നത്, ഇതൊക്കെ നിങ്ങളെ മൊത്തം നിങ്ങൾക്ക് അതിങ്ങനെ പുറത്തേക്ക് ഇട്ട് തരും, നിങ്ങൾക്കത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. ഓൾറൈറ്റ്, നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അതാണ് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ചില കാര്യങ്ങൾ ഡിഫറെന്റ് ആയിട്ട് ഡീൽ ചെയ്യാനും മനസ്സിലാക്കാനും സാധിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് എടുക്കേണ്ടത്. ഡെസ്റ്റിനി. ഓക്കെ, സോ ചില കാര്യങ്ങൾ എന്തിനു സംഭവിച്ചു, എന്തിനാണ് ഇങ്ങനത്തെ ഒരു വിഷമം ഉണ്ടാക്കിയത് എന്നതിനേക്കാൾ കൂടുതൽ അതെന്തിനായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക, അതെന്തായിരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക, ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ നല്ലൊരു ഹീലർ ആവുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ വേണ്ട കാര്യങ്ങളൊക്കെ എക്സാക്ട്ലി നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഹീൽ ചെയ്യുന്നത് എന്നുള്ളത് നോക്കൂ. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഇൻചാർജ് ഏറ്റെടുക്കുന്നത് എന്നുള്ളത് നോക്കൂ. റൈറ്റ്, മെച്യൂർഡ് ആവുകയാണ് നിങ്ങൾ. അനുഭവത്തിൽ നിന്ന് ഒരുപാട് മെച്യൂർഡ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാണ്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അതാണ് നിങ്ങളുടെ ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ചിന്തകളിൽ നിന്ന്, ചില ചിന്തകൾ ഉണ്ടാവും, നമ്മൾ അവിടെ തന്നെ ആയിരിക്കും സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കുക, അല്ലെ? നമ്മളൊരു പ്ലേസിൽ കെട്ടിവെക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ചില ചിന്തകളിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്. സോ ചില ചിന്തകളിൽ നിന്ന്, ചില ഫീലിങ്സിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ട്, പുറത്തേക്ക് വന്ന് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്, പുതിയ ചിന്തകളിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. സോ പ്രോബബ്ലി അത് നിങ്ങൾ ഒരുപാട് ലിമിറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. റൈറ്റ്, ചിന്തിച്ചുകൊണ്ട് ചില കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും മാറിക്കൊള്ളണമെന്നില്ല, അല്ലെ? സോ ഒരു കാര്യത്തിൽ ഒരുപാട് ചിന്തിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സോ അവിടെ എന്തോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ചില സിറ്റുവേഷൻ ഡിഫറെന്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, ചിലത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ചിലത് വെൽക്കം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻസൈറ്റ് ആണ്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു അവയർനെസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി കിട്ടുന്നതെങ്കിൽ, മറ്റു ചില ആളുകൾക്ക് നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങൾ അങ്ങനത്തെ ഒരു പ്ലേസിലേക്ക് വരാണ്. സോ നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ചില കണക്ഷനിലേക്ക് വരാനും, ചില ആളുകളെ പരിചയപ്പെടാനും, ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരാനും നിങ്ങൾക്ക് സാധിക്കുന്നതും മറ്റുള്ള ആളുകളുടെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ചിലത് നിങ്ങൾ ഫിക്സ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മെയിൻലി കുറച്ച് റീസെന്റ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നോർമലി പോകുന്ന ഒരു കാര്യം പെട്ടെന്ന് ഒരു പൊട്ടിത്തെറി ഉണ്ടാവുക, പെട്ടെന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുക, റിലേഷൻഷിപ്പിലായിരിക്കാം, പെട്ടെന്ന് ചില കാര്യങ്ങളുടെ ഒരു ജെന്യൂനിറ്റി പുറത്തേക്ക് വരിക. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് തരുന്നതാണ്, അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതും അതാണ്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് ഇത് നിങ്ങൾക്ക് എത്രമാത്രം റിലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയാൻ മറക്കരുത്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 നൗ. ഗ്രൂപ്പ് നമ്പർ 2, എന്താണ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന 14 ഡേയ്സിൽ സംഭവിക്കാൻ പോകുന്ന ബ്ലെസ്സിങ്സ്? ഡിവൈൻ ഇൻ ദ സർപ്രൈസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ മിറാക്കിൾ കാൻഡിൽ ഓർ നിങ്ങളുടെ മാജിക് കാൻഡിൽ, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു സർപ്രൈസ് കാൻഡിൽ ആണ്. സോ ലെറ്റ്സ് റിവീൽ. ഓക്കെ, എന്തൊക്കെ സർപ്രൈസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന 14 ഡേയ്സിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത്? ഓക്കെ, നിങ്ങൾക്ക് ഒട്ടും ചാൻസ് ഇല്ലാത്ത ചില കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, നടക്കില്ല എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുടെ സർപ്രൈസ്.
ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ചില ഡോക്ടേഴ്സ് പറയും ഇയാൾ ഇനി ജീവിക്കില്ല അല്ലെങ്കിൽ ഇനി ഹോപ്പില്ല എന്ന് തോന്നുന്ന പ്ലേസിൽ ചില ആളുകൾ ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, വളരെ ഇൻസ്പയറിംഗ് ആയിട്ട്. നിങ്ങൾ അങ്ങനത്തെ എന്തോ ഒരു കാര്യം വരുന്ന 14 ഡേയ്സിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹെൽത്തിന്റെ കാര്യം എന്നുള്ളതല്ല, നടക്കില്ല എന്ന് തോന്നിയിട്ടില്ല, ലീസ്റ്റ് എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഒട്ടും സാധ്യതയില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യാൻ വരട്ടെ. ഓക്കെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കൺക്ലൂഡ് ആയിട്ടില്ല. സോ അത് വരും, നിങ്ങൾ മനസ്സിലാക്കുക എന്തൊക്കെയാന്നുള്ളത്. ഓക്കെ, ഒരു റിയൽ കംബാക്ക്, ഒരു ഹീറോയുടെ ഒരു കംബാക്ക്. ഓക്കെ, സോ നമ്മളൊരു വളരെ എന്താ പറയാ ഇൻസ്പയറിംഗ് ആയിട്ടൊരു മൂവി കാണുന്നത് പോലത്തെ ഒരു സീനാണ് വരുന്ന 14 ഡേയ്സിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഒരു അത്ര വീഴ്ചയെന്ന് എണീറ്റ് വരുന്ന ഒരു ഹീറോയിൻ പോലെയൊക്കെ ആണ് നിങ്ങളുടെ ലൈഫ് വരുന്ന ഒരു 14 ഡേയ്സിൽ നിങ്ങൾ കാണേണ്ടത്. ഹോപ്പ്. ഓക്കെ, ഈ ഒരു പ്ലേസിൽ നിങ്ങളെ ലീഡ് ചെയ്യേണ്ടത് ഹോപ്പ് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല അവിടെ കണക്ട് ചെയ്യാൻ, ഹോപ്പ് അല്ലാണ്ട്. റൈറ്റ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കാര്യമുണ്ട്, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയാ ഒരു മാജിക്കൽ ടച്ച് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഒരു ഹാൻഡ്, ഒരു ഹോപ്പ്, ഒരു ലൈറ്റ്. ഓക്കെ, സോ ഒരു വെളിച്ചം നിങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ പോകുന്ന സമയത്ത്, ഇരുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെളിച്ചുണ്ടാവും. നിങ്ങൾ വീഴാൻ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ താങ്ങാൻ ഒരു ആളുണ്ടായിരിക്കാം. ഓക്കെ, ആരാണ്? കമോൺ, ഗ്രൂപ്പ് നമ്പർ 2, ആരാണ് നിങ്ങൾ താങ്ങാനുള്ളത്? യൂണിവേഴ്സ്. ഓക്കെ, സോ ധൈര്യമായിട്ട് പോവാ, നിങ്ങൾ ചില സ്പേസിലേക്കൊക്കെ ധൈര്യമായിട്ട് പോവാ, ധൈര്യമായിട്ട് എടുത്തു വരിക. ഞാനിത് ചെയ്താൽ എന്തായിരിക്കും റിസൾട്ട്? നോ, ട്രൈ ചെയ്യാം, ചിലത് വീണ്ടും ട്രൈ ചെയ്യാം, ഉയർത്തെഴുന്നേൽക്കാനുള്ളൊരു ശ്രമം നടത്തുക. നിങ്ങൾ അങ്ങനെ എഴുന്നേൽക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു താങ്ങായിട്ട് ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലൊക്കെ അയക്കും. ഗ്രൂപ്പ് നമ്പർ 2, അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ എന്ത് സിറ്റുവേഷനിലും എടുക്കാം. ഓക്കെ, ഹെൽത്ത് ആയിരിക്കാം ചില ആളുകൾക്ക്. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ അത്ര ഒരു പ്രശ്നം എന്താണോ അതിനുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് എക്സ്പാൻഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യത്തിലേക്ക് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് തെരഞ്ഞാലും കണ്ടുപിടിക്കാത്ത ചില കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്, ചില തിരിച്ചറിവുകൾ ഉണ്ടാവുന്നുണ്ട്, ചില കാര്യങ്ങൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടൊരു ആൻസർ, എന്താണോ നിങ്ങൾക്ക് വേണ്ടൊരു ഹെൽപ്പ്, അത് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഗ്രൂപ്പ് നമ്പർ 2. സോ ലെറ്റ്സ് സീ എന്തൊക്കെ സർപ്രൈസ് ആണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫിലൊരു മാജിക്കൽ മൊമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ തിരിച്ചറിയുന്ന കാര്യമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ചില അവയർനെസ് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ചില കാര്യത്തിന്റെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുക, ഒരു ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ചില കാര്യങ്ങൾ പഠിക്കുക, ചില അറിവാണ് നിങ്ങളുടെ ഒരു സർപ്രൈസിംഗ്ലി നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത ചില അറിവ് ഉണ്ടാവുന്നുണ്ട് ചില കാര്യത്തെ പറ്റി. ഓക്കെ, അത് മെയിൻലി നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് ബ്രേക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. സോ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് പഠിക്കാൻ സാധിക്കാത്ത, എസ്പെഷ്യലി നിങ്ങളുടെ പാരന്റ്സിനോ നിങ്ങളുടെ അത്രയും കാലമായിട്ട് നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള ആളുകൾക്ക് പഠിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, ആ ഒരു ഇൻസൈറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങളെ അവിടുന്ന് വ്യത്യസ്തമായിട്ട് നിർത്തുന്നുണ്ട്. എവിടെയാണോ നിങ്ങള് കണക്റ്റഡ് ആയിട്ട് നിന്നിട്ടുള്ളത് അവരെ അടുത്തുനിന്ന് എന്തൊക്കെയോ നിങ്ങൾക്കൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് വയസ്സായിട്ട് ഡീൽ ചെയ്യാനും സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മെച്യൂർഡ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഒരു ഇന്നർ സ്ട്രെങ്ത് കണക്ട് ചെയ്യുന്നതും നിങ്ങളുടെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഉള്ളിലെ ചില സ്ട്രോങ് ഇമോഷൻസ് നിങ്ങളെ അവേക്കൻ ചെയ്യുന്നുണ്ട്, ചില സിറ്റുവേഷനിലേക്ക് വരുന്നത് കൊണ്ടായിരിക്കാം. ഓക്കെ, ചില സാഹചര്യത്തിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് എന്തൊക്കെയാണ് കഴിവുള്ളതെന്നുള്ളത് നമുക്ക് എന്തൊക്കെയാണ് കഴിവുള്ളതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. അല്ലെ, നിങ്ങളൊരു ഫെയിലിയറിലൂടെ പോയാലാണ് നിങ്ങൾ അതെങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുക. റൈറ്റ്, നിങ്ങളൊരു ഹൈറ്റ് എക്സ്പീരിയൻസ് ചെയ്താലാണ് അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുക, എന്ത് ഫീലിങ്സ് ആണ് അത് തരുന്നത് എന്നുള്ളത് ഒരു സിറ്റുവേഷനിൽ കൂടെ വന്നാല്. റൈറ്റ്, അല്ലെങ്കിൽ ചില റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് മനസ്സിലാവുക അതെന്താണ്, എന്ത് ഫീലിങ്സ് ആണ്, എങ്ങനെയാണ് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഈ ഒരു 14 ഡേയ്സിൽ ഇതുപോലത്തെ ചില ചലഞ്ചിങ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ വരും. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻസൈറ്റ്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഒരു ഇന്നർ ടാലന്റ്സ് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നതൊക്കെ പ്രൈസ്ലെസ് ആയിട്ടുള്ള കാര്യമാണ് ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, ആൻഡ്
പല കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. ഓക്കെ, സോ ഓരോ സമയത്തിലേക്ക് വരുന്ന സമയത്തും സോ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യത്തിലേക്കും ആളുകളിലേക്കുമാണ്, നിങ്ങളുടെ കൂടെയുള്ള ആളുകളിലേക്കല്ല. ഓക്കെ, അത് നിങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ള ആളുകൾ, നിങ്ങളുടെ പാരന്റ്സോ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ പാർട്ട്ണറോ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളോ ആരിലാണ് നിങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് കുറച്ച് സമയമായിട്ട്, അവരെക്കാൾ കൂടുതൽ നിങ്ങൾ ഇൻസ്പയർ ചെയ്യാൻ പോകുന്നത് പുറമേന്ന് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, അത് മേ ബി നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ആളുകളായിരിക്കാം, ചില ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ വലിയ രീതിയിൽ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളെ റിലേറ്റ് ചെയ്യേണ്ടത് ഈ ആട്ടുംകൂട്ടത്തിലൊക്കെ ചെന്ന് വിട്ടിട്ടുള്ള ഒരു പുലിക്കുട്ടിനെ പോലെയാണ്, അല്ലെങ്കിൽ സിംഹക്കുട്ടിനെ പോലെയാണ്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു പ്ലേസിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതേ ഒരു ചിന്താഗതി ആയിരിക്കാം ഉണ്ടായിരിക്കുക, അല്ലെ? അവരുടെ ഒരു വിശ്വാസമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക, അവരെന്താണോ ചെയ്യുന്നത്, അവരുടെ ഹാബിറ്റ്സ്, അവരുടെ ചിന്താഗതിയാണ് നിങ്ങൾക്കും ഉണ്ടാവുക. റൈറ്റ്? സോ നിങ്ങളുടെ ആ ഒരു പവർ മനസ്സിലാക്കി തരുന്ന കാഴ്ചകളിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ പോലുള്ള ആളുകളെ കാണുന്ന സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക, അല്ലെ? സോ നിങ്ങൾക്ക് അതുപോലത്തെ ഒരു മാറ്റമാണ് ഈ ഒരു 14 ഡേയ്സിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഇൻസൈറ്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ കിട്ടുന്നത്. ഓക്കെ, സോ അതിനുവേണ്ടി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില ആളുകളുടെ ലൈഫോ അല്ലെങ്കിൽ സിറ്റുവേഷനോ അവർ ചെയ്യുന്ന കാര്യങ്ങളോ കാണുന്ന സമയത്ത്, എസ്പെഷ്യലി എക്സ്റ്റേണൽ ആയിട്ട് നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ജലസ് ഉണ്ടാക്കാനോ നിങ്ങൾക്കൊരു കമ്പാരിസൺ ഉണ്ടാക്കാനോ ഉള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. കാരണം ആ ഒരു ടൈമിലാണ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വെളിച്ചം കിട്ടുക. ഓക്കെ, സോ ഇങ്ങനെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു 14 ഡേയ്സിൽ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അതൊരു പുതിയൊരു ശീലമായിട്ടായിരിക്കാം, പുതിയൊരു കഴിവായിരിക്കാം, പുതിയൊരു ആക്ഷൻ ആയിരിക്കാം നിങ്ങൾ എടുക്കാൻ പോകുന്നത്. ഇങ്ങനെ പുറമേന്ന് നിങ്ങളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഓക്കെ, സോ അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കൺഫർമേഷൻ ആണ്. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ. ഓക്കെ, സോ നിങ്ങൾ കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആരിലാണോ ഈ ഒരു ടൈമിൽ ഒരുപാട് അട്രാക്റ്റഡ് ആവുന്നത്, അവര് മേ ബി ലൈക്ക് അവരെ ഇൻസ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അവരിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടായിരിക്കാം നിങ്ങളും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ചില ആളുകളുടെ പ്രസൻസിലോ ചില ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്തോ ആയിരിക്കാം. റൈറ്റ്? സോ ഇങ്ങനെ അത് മേ ബി ലൈക്ക് റിലേഷൻഷിപ്പ് പോലെ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. കാരണം ഈ ഒരു ടൈമില് പുറമേ നിന്നുള്ള ആളുകളെ, ഇതുവരെ നിങ്ങൾ കാണാത്ത ചില ആളുകള്, സിറ്റുവേഷൻ, കണക്ഷൻസ് ഒക്കെ നിങ്ങളെ ലൈഫിൽ തരുന്നത് നിങ്ങളെ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ പുറമേലേക്ക് നോക്കുക. ഒരേ പ്ലേസിൽ നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യത്തിലേക്ക് നോക്കാനും കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.